BJPയെ സംബന്ധിച്ച് BJPക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയെങ്കിലും പിന്നാക്ക ഹിന്ദുക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ്. കാരണം ഒരു ഹിന്ദു പോളറൈസേഷൻ വരികയാണെങ്കിൽ BJPക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് മലബാറിലൊക്കെ കാണുന്ന മുന്നേറ്റം BJPയുടെ പലയിടങ്ങളിലും, ഇപ്പോൾ താനൂരിൽ, അതുകൂടാതെ തന്നെ കോഴിക്കോടൊക്കെ BJP നടത്തിയിരിക്കുന്ന വലിയ മുന്നേറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് ഹിന്ദു ഏകീകരണം BJPക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുന്നു. ഇടത് വോട്ടുകൾ പോലും ട്രഡീഷണലായിട്ട് CPMന് വോട്ട് ചെയ്യുന്നവർ പോലും BJPയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നാക്ക ഹിന്ദുക്കളിലേക്ക്, പ്രത്യേകിച്ച് ഇഴവർക്കിടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ BJPക്ക് സാധിക്കുകയാണെങ്കിൽ കേരളത്തിലൊരു നിർണായക ശക്തിയായിട്ട് പാർട്ടിക്ക് മാറാൻ സാധിക്കും. ഇപ്പോൾ കൊല്ലത്തെ BJPയുടെ ഒരു മുന്നേറ്റം സൂചിപ്പിക്കുന്നത് ഇഴവ വോട്ടുകൾ BJPയിലേക്ക് വരുന്നു, വലിയ തോതിൽ വരുന്നു എന്നുള്ളതാണ്. നിലവിലെ ഒരു സാഹചര്യത്തിൽ നായന്മാരും ഇഴവന്മാരും ഒക്കെ വലിയ തോതിൽ തന്നെ BJPയിലേക്ക് വരാനുള്ള ഒരു അന്തരീക്ഷമാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് UDFൻ്റെ ഒരു ഭരണം വരികയാണെങ്കിൽ ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ നിർണായക സ്വാധീനമുള്ള ഒരു ഭരണമായിരിക്കും. അതുകൂടാതെ ജമാഅത്ത് ഇസ്ലാമി, SDPI പോലെയുള്ള മത തീവ്രവാദ സംഘടനകൾക്കും ഈ ഒരു ഭരണത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം. ഇപ്പോൾ ഈ ഒരു വിഷയം BJP വലിയ രീതിയിൽ ഉന്നയിക്കുകയാണെങ്കിൽ, വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായിട്ട് ഉയർത്തിക്കാട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കിടയിൽ ഈ ഒരു അരക്ഷിതാവസ്ഥയുണ്ട്, കട്ടിങ് അക്രോസ് കാസ്റ്റ് ഈ ഒരു അരക്ഷിതാവസ്ഥയുണ്ട്.